Divisional Accountant Officer, Important Questions and Answers, Part 2. പാർട്ടീസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ പാർട്ട് ഫസ്റ്റിൽ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പോയതാണ്. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. There are dash parties in bill of exchange. എത്ര പാർട്ടീസാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ മെയിനായിട്ട് വരുന്നത്? 3 പേരാണ് വരുന്നത്. ചില ടൈമിൽ 2 പേരെ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ടൈമിൽ മെയിനായിട്ട് നമ്മൾ എക്സാംസിനൊക്കെ ചോദിക്കുമ്പോൾ 3 പാർട്ടീസ് എഴുതുക. ചിലപ്പം പേയി എന്ന് പറയുന്ന ആൾ ഡ്രോയർക്ക് തന്നെയാണ് നമ്മൾ എമൗണ്ട് കൊടുക്കുന്നതെങ്കിൽ സെയിം ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ 3 പാർട്ടീസ് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പഠിക്കുക. ദെയർ ആർ 3 പാർട്ടീസ് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നെക്സ്റ്റ് 22. വാട്ട് ആർ ദ 3 പാർട്ടീസ് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്ന 3 പാർട്ടീസുകളുടെ പേര് എന്തൊക്കെയാണ്? ഡ്രോയർ, ഡ്രോയി, പേയി. കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡ്രോയർ ആരാ, ഡ്രോയി ആരാ, പേയി ആരാന്നൊക്കെ നമ്മൾ പേയി ചിലപ്പോൾ പഠിച്ചു കാണത്തില്ല. ഡ്രോയർ, ഡ്രോയി എല്ലാം നമ്മൾ പഠിച്ചു. അപ്പം എത്ര പേരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലുള്ളതെന്ന് ചോദിച്ചാൽ 3 പേര്. ആരൊക്കെയാണ്? ഡ്രോയർ, ഡ്രോയി, പേയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23. ഹൂ ഈസ് ഡ്രോയർ? ആരാണ് ഡ്രോയർ എന്ന് പറയുന്നത്? ദ പേഴ്സൺ ഹൂ ഡ്രോസ് or writes the bill is called the drawer or maker. The drawer must be the seller or creditor to whom the money is owing. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. ഡ്രോയർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ സെല്ലറാണ് ഡ്രോയർ എന്ന് പറയുന്നത്. ഡ്രോയർ എന്ന് പറയുന്ന ആരും കൂടാണ്? ഡ്രോയർ എന്ന് പറയുന്നത് ക്രെഡിറ്ററും കൂടെയാണ്. സോ ദ പേഴ്സൺ ഹൂ ഡ്രോസ്, അതായത് എഴുതി തയ്യാറാക്കുന്നത്, റൈറ്റ്സ് ദ ബിൽ ഈസ് കോൾഡ് ഡ്രോയർ. ആരാണോ ബില്ല് എഴുതി തയ്യാറാക്കുന്നത് അദ്ദേഹത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രോയർ എന്ന് പറയുന്നത്. ഓർ മേക്കർ ഓഫ് ദ ബില്ല്. അപ്പം ആർക്ക് വേണ്ടിയാണ് എഴുതി തയ്യാറാക്കുന്നത്? ബയ്യർക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത്. സോ ഡ്രോയറെ മനസ്സിലായാലും ദ പേഴ്സൺ ഹൂ ഡ്രോസ് ഓർ റൈറ്റ് ദ ബിൽ ഈസ് കോൾഡ് ഡ്രോയർ ഓർ മേക്കർ. ദ ഡ്രോയർ മസ്റ്റ് ബി ദ സെല്ലർ ഓർ ക്രെഡിറ്റർ. ഡ്രോയറെ തന്നെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 24. ദ ഡ്രോയർ ആഫ്റ്റർ റൈറ്റിംഗ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഹാസ് ബീൻ സൈൻഡ് ഇറ്റ് ആസ് മേക്കർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പം എഴുതിയാൽ മാത്രം പോരാ, അത് സൈൻ ചെയ്താലേ അതൊരു വാലിഡ് ബില്ലാവുള്ളൂ. അപ്പം മേക്ക് ചെയ്യുന്ന ആൾ സൈനോടെ ചെയ്യണം. ദ ഡ്രോയർ ആഫ്റ്റർ റൈറ്റിംഗ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഹാസ് ടു സൈനും കൂടെ ചെയ്താലേ ഇറ്റ് ഹാസ് മേക്കർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവുള്ളൂ. അടുത്ത എന്താണ്? 25. ഹൂ ഈസ് ഡ്രോയി ആരാണെന്നാണ്. ദ ഡ്രോയി ഈസ് എ പേഴ്സൺ ഓൺ ഹൂം ദ ബിൽ ഈസ് ഡ്രോൺ. ഹി ഈസ് ദ പർച്ചേസർ ഓർ ഡെറ്റർ who is ordered by the drawer to pay the amount. അപ്പം ഡ്രോയി ആരാണ്? ഡ്രോയി നമ്മുടെ ബയ്യറാണ്. സെല്ലർ അല്ല, ബയ്യറാണ്. സെല്ലർ ആരാണ്? ഡ്രോയി ആരാണ്? ബയ്യർ. അപ്പോൾ ബയ്യറെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ഡെറ്റർ. ഡ്രോയി അല്ലെങ്കിൽ ഡെറ്റർ. അപ്പോൾ ദ ഡ്രോയി ഈസ് എ പേഴ്സൺ ഓൺ ഹൂം ദ ബിൽ ഈസ് ഡ്രോൺ. ആർക്ക് വേണ്ടിയാണോ ബില്ല് ഡ്രോൺ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ്? ബയ്യർക്ക് വേണ്ടി. സോ അദ്ദേഹത്തെ ഡ്രോയി എന്നാണ് പറയുന്നത്. ഹി ഈസ് ദ പർച്ചേസർ ഓർ ബയ്യർ, പർച്ചേസർ ഓർ ഡെറ്റർ ഓഫ് ദി എന്താണ്? ഡെറ്റർ ഹൂ ഈസ് ഓർഡേർഡ് ബൈ ദ ഡ്രോയർ. സർട്ടൺ പീരീഡിനുള്ളിൽ പൈസ തന്നോളാം എന്ന് ഓർഡർ ചെയ്യുന്ന ആളെയാണ് ഡ്രോയി എന്ന് പറയുന്നത്. അപ്പം ഡ്രോയി മനസ്സിലായല്ലോ. ഡ്രോയി മീൻസ് ഒന്നുമില്ല, ബയ്യറാണ് ഡ്രോയി എന്ന് പറയുന്നത്. ഡ്രോയർ എന്ന് പറയുന്നത് സെല്ലറാണ്. സെല്ലറെ ക്രെഡിറ്റർ എന്ന് പറയുന്നുണ്ട്, ബയ്യറെ ആരെന്ന് പറയുന്നുണ്ട്? ഡെറ്റർ എന്ന് പറയുന്നുണ്ട്. സോ അടുത്തത് 26. ഹൂ ഈസ് പേയി ആരാണ്? പേയി എന്ന് വെച്ചാൽ ദ പേയി ഈസ് എ പേഴ്സൺ ടു ഹൂം ദ പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ഈസ് മെയ്ഡ് ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റ്. ബില്ലിനെല്ലാം ഓരോ മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ട്. മെച്യൂരിറ്റി ഡേറ്റ് ആവുന്ന സമയത്ത് ബില്ല് ആർക്കാണോ പേ ചെയ്യുന്നത് അയാളെയാണ് എന്തെന്ന് പറയുന്നത്? പേയി എന്ന് പറയുന്നത്. അപ്പം ചില ടൈമിൽ ഡ്രോയർക്ക് തന്നെയാണ് നമ്മൾ ബില്ല് പേ ചെയ്യുന്നതെങ്കിലോ, സെല്ലർക്ക് തന്നെയാണ് പേ ചെയ്യുന്നതെങ്കിൽ പേയി എന്ന് പറയുന്ന ആൾ സെല്ലർ ഒരാളാവേയല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് ചില ടൈമിൽ അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പേയി എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ദ പേഴ്സൺ ടു ഹൂം ദ പേയ്മെൻറ്റ് ഓഫ് ദി ബിൽ ഈസ് മെയ്ഡ് ഓൺ ദ മെച്യൂരിറ്റി ടൈമിൽ ആർക്കാണോ നമ്മൾ ഈ പേയ്മെൻറ്റ് നടത്തുന്ന ആളെയാണ് പേയി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ABC 3 പേരുണ്ട്. അപ്പം A എന്ന് പറയുന്ന സെല്ലർ, B എന്ന് പറയുന്ന ബയ്യർ, C എന്ന് പറയുന്നത് ആരാണ്? ഒരു തേർഡ് പേഴ്സൺ ആണ്. അപ്പം എയുടെ കയ്യിൽ നിന്നും B കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട്
വാങ്ങിക്കുന്ന സമയത്ത് സെല്ലറായ എ ഒരു ബില്ല് എഴുതി തയ്യാറാക്കി സൈൻ ചെയ്ത് ബിയുടെ കയ്യിൽ നിന്നും അക്സെപ്റ്റൻസ് വാങ്ങിച്ചു. ഇപ്പോൾ ഒരു വാലിഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയി. പേയ്മെൻറ്റ് ഡേറ്റ് ആവുന്ന സമയത്ത് സെല്ലർ പറയുവാണ് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യണ്ട, ബിയോട് പറയുവാണ് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യണ്ട, ഞാൻ സി എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അപ്പം ബയ്യർ എന്ത് ചെയ്യുക, ബി എന്ത് ചെയ്യുക, ഡയറക്റ്റ് സിക്ക് പൈസ കൊടുക്കുക എന്ന് പറയുമ്പം അവിടെ സി എന്ന് പറയുന്ന വ്യക്തി ആരാവുകയാണ്, പേ ആവുകയാണ് ചെയ്യുന്നത്. പേ ആരാണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് 27, ദ ഡ്രോയർ ആൻഡ് ദ പേയി ക്യാൻ ബി ദ സെയിം പേഴ്സൺ വെൻ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു ദ ഡ്രോയർ. നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. ചില ടൈമിൽ പേയും ഡ്രോയറും ഒരാളാവാം. കാരണം പേയ്മെൻറ്റ് ഡ്രോയർക്ക് കൊടുക്കുന്ന സമയത്ത് ഡ്രോയും പേയും ഒരാളാകാം. നെക്സ്റ്റ് 28, ദ ഡ്രോയർ ഡയറക്റ്റഡ് ദ ഡ്രോയി ടു പേ ദ എമൗണ്ട് ടു അനദർ പാർട്ടി, ദെൻ ദ പാർട്ടി ബിക്കം ദ പേ. ഡ്രോയർ, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ കേസിൽ എ ആണ് നമ്മുടെ ഡ്രോയർ ഡയറക്റ്റ് ചെയ്യുവാണ് ആർക്ക്, സിക്ക് കൊടുക്കൂ, പേയ്മെൻറ്റ് സിക്ക് കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവിടെ സി ആണ് ആരായിട്ട് വരുന്നത്, പേ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് 29, ഇൻ ദ സിറ്റുവേഷൻ വെയർ എ പേയ് മേ ചേഞ്ച്. പേയ് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. 1, ഇൻ കേസ് ഓഫ് ഡ്രോയർ ഹി ഗോട്ട് ദ ബിൽ ഡിസ്കൗണ്ടഡ്, ദ പേഴ്സൺ ഹൂ ഹാസ് ഡിസ്കൗണ്ടഡ് ദ ബിൽ ബിക്കെയിം ദ പേയ്. 2, in case of bill is endorsed in favor of a creditor of the drawer, the creditor will become the pay. അപ്പോൾ ഇവിടെ 2 ചാൻസസിൽ പേയ് ചേഞ്ച് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഡ്രോയർ ആരാണ്, നമ്മുടെ സെല്ലർ, ഹാസ് ഗോട്ട് എ ബിൽ ഡിസ്കൗണ്ടഡ്, ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടി. ദ പേഴ്സൺ ഹൂ ഹാസ് ഡിസ്കൗണ്ടഡ് ദ ബിൽ ബിക്കം പേയ്. ഡ്രോയർ തന്നെ നമുക്ക് പേ ആവുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ പറയുന്നത്. ഡ്രോയി എന്താണ്, ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡ്രോയർക്ക് തന്നെ പേയ്മെൻറ്റ് നടത്തി എന്ന് പറയുമ്പോൾ അവിടെ ഡ്രോയർ പേയ് ഒരാളാവുകയാണ്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്താണ്, ഇൻ ദ കേസ് ഓഫ് ബിൽ എൻഡോസ്ഡ്. ബില്ല് എൻഡോസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ബില്ല് എൻഡോസ് ചെയ്യുക എന്ന് പറയുന്നത്, എൻഡോഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ വേറൊരു പാർട്ടിക്ക് ബില്ല് ട്രാൻസ്ഫർ ചെയ്യുക, അതിനെയാണ് എൻഡോഴ്സ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ബിൽ എൻഡോഴ്സ്ഡ് ഇൻ ദ ഫേവർ ഓഫ് ക്രെഡിറ്റർ ഓഫ് ദി ഡ്രോയർ. അപ്പോൾ ക്രെഡിറ്ററുടെ ഫേവർ പ്രകാരം വേറൊരു പാർട്ടിക്ക് എൻഡോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ പേര് മാറുന്നുണ്ട്, മൂന്നാമതൊരാൾ വരുന്നുണ്ട്. ആ കേസാണ് സെക്കൻഡിൽ പറയുന്നത്. 29 മനസ്സിലായല്ലോ. പേയ് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം എന്ന് പറയുന്ന 2 സിറ്റുവേഷൻസ് ആണ്. അടുത്ത 30, നോർമലി ദ ഡ്രോയർ ആൻഡ് പേയ് ആർ ദ സെയിം പേഴ്സൺ, സിമിലർലി ദ ഡ്രോയി ആൻഡ് ദ അക്സെപ്റ്റർ ആർ ദ സെയിം പേഴ്സൺ. ഇപ്പോൾ ഏതൊക്കെ നോർമലി എങ്ങനെയാണ് വരുന്നത്, ഡ്രോയറും പേയും സെയിം പേഴ്സൺസ് ആവാം. അതുപോലെ സിമിലർലി എന്താണ്, ഡ്രോയി ആൻഡ് അക്സെപ്റ്റർ. അപ്പോൾ ഡ്രോയി മീൻസ് ആരാണ്, ബയ്യർ തന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ട ബില്ല്. അപ്പം അക്സെപ്റ്ററും ഡ്രോയിയും ഒരാളാവാം, ഡ്രോയറും പേയും ഒരാളാവാം. അതാണ് 30 പറയുന്നത്. അപ്പം എങ്ങനെയൊക്കെയാണ്, ഡ്രോയർ മീൻസ് സെല്ലറും പേയും ഒരാളാവാം, ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്ന ആളും ഡ്രോയിയും ഒരാളാവാം. നെക്സ്റ്റ് ഒരു ഫോർമാറ്റാണ് നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു സ്പിയർമാൻ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് അവിടെ തന്നിരിക്കുന്നത്. 31, മാത ₹10,000 3 months after date pay to me or my order the sum of ₹10,000 only for valid received. സ്റ്റാമ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്ത ആൾ സൈൻ ചെയ്തിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്ത ആളാരാണ്, ജ്യോതി എന്ന് പറഞ്ഞ ആളാണ്. എഴുതി തയ്യാറാക്കിയത് മാത എന്ത് ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു വാലിഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫോർമാറ്റാണ്. നെക്സ്റ്റ് അത് പറഞ്ഞേക്കാം, അതിനകത്ത് എന്താ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്, മാത സോൾഡ് എ ഗുഡ്സ് വെർത്ത് ഓഫ് ₹10,000 വെർത്ത് വരുന്ന ഒരു ഗുഡ്സ് മാത ആർക്ക് സെല്ല് ചെയ്തു, ജ്യോതിക്ക് സെല്ല് ചെയ്തു, ടു ജ്യോതി, ആൻഡ് ഡ്രൂ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അപ്പോൺ ഹെർ ഫോർ ദ സെയിം എമൗണ്ട് പേയബിൾ ആഫ്റ്റർ 3 months. അപ്പം കടത്തിനാണ്. സോ ജ്യോതി 3 മാസത്തിനകം പൈസ കൊടുത്തോളാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 3 മാസത്തേക്കുള്ള ഒരു ബില്ല് മാത എഴുതി തയ്യാറാക്കുക. ഹിയർ മാത ഈസ് ദ ഡ്രോയർ ഓഫ് ദ ബിൽ. മാത ആരാണ്, ബില്ല് എഴുതി തയ്യാറാക്കുന്ന ഡ്രോയർ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ഓഫ് ദ ബില്ലാണ്. ആൻഡ് ജ്യോതി ഈസ് ദ ഡ്രോയി. ജ്യോതി ആരാണ്, ഡ്രോയിയാണ്. ഡ്രോയി മീൻസ് ഡെറ്റർ ആണ്. ഇഫ് ദ ബിൽ റിട്ടേൺ ടു മാത ഫോർ 3 months, ബില്ല് റിട്ടേൺ വന്നു മാതയ്ക്ക് 3 months, ആൻഡ് ദ എമൗണ്ട് ഓഫ് 10,000 is received by her on the due date, then the mother will
മാധ വിൽ ബി ദ പേ. അപ്പം 3 മാസം കഴിഞ്ഞ് ജ്യോതി ബില്ലും പൈസയും കൂടെ ആർക്ക് കൊടുത്തു? മാധയ്ക്ക് കൊടുത്തു. അപ്പം മാധ ആരായി? പേയി ആയി. ഇഫ് മാധ വിൽ ഗീവ് അവേ ദ ബിൽ ടു ഹെർ ക്രെഡിറ്റർ രുചി, ദെൻ രുചി വിൽ ബി ദ പേ. അപ്പം പൈസ വേറൊരു കണ്ടീഷൻ പറയുകയാണ്. അപ്പം മാധ പറയുമോ എനിക്ക് പൈസ തരണ്ട, രുചി എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റർ ഉണ്ട് എനിക്ക്, അപ്പോൾ രുചി എന്ന് പറഞ്ഞ ക്രെഡിറ്റർക്ക് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ദെൻ ദ രുചി വിൽ ബി ദ പേ. അവിടെ എന്താണ്? രുചി ആരായി? പേയി ആയി. ഇഫ് മാധ ഗെറ്റ് ദ ബിൽ ഡിസ്കൗണ്ടഡ് ഫ്രം ദ ബാങ്ക്. ഇനി മാധയ്ക്ക് ഇത് മാധ എന്ന് പറയുന്ന ഡ്രോയർ ഇത് ബാങ്കിൽ കൊണ്ടുപോയാണ് ഡിസ്കൗണ്ട് ചെയ്തതെങ്കിൽ, ഇപ്പം 3 മാസത്തേക്കുള്ള ബില്ല് നമുക്ക് എഴുതുന്നത്, ഒരു 2 മാസം ആയപ്പോഴത്തേക്കും മാധയ്ക്ക് പൈസയ്ക്ക് ഭയങ്കര അത്യാവശ്യം. ഇപ്പം മാധ നോക്കിയപ്പം മാധയുടെ കയ്യിൽ ഒരു 10,000 രൂപയുടെ ബില്ല് ഇരിക്കുവാണ്, 3 മാസത്തേക്കുള്ള ഒരു ബില്ല് ഇരിക്കുവാണ്. അപ്പം മാധ ഇത് 2.5 മാസം ആയതേ ഉള്ളൂ, മാധയ്ക്ക് 10,000 രൂപ ആവശ്യം വന്നു. മാധ ഇത് എന്തോ ഇത് ചെയ്തു? ബാങ്കിൽ കൊണ്ടുപോയി ഇത് ഡിസ്കൗണ്ട് ചെയ്തു ബില്ല്. ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്ക് എന്താ ചെയ്യുന്നത്? 10,000 രൂപയുടെ ബില്ല് ഒരു 9,000 രൂപ കൊടുത്ത് 1,000 രൂപ ബാങ്കിൻ്റെ കമ്മീഷൻ അവർ കട്ട് ചെയ്യും. 9,000 രൂപ ആർക്ക് കൊടുത്തു? മാധയ്ക്ക് കൊടുത്തു. അപ്പം ആരായി? പേ അവിടെ മാറി. ഗെറ്റ് ദ ബിൽ ഡിസ്കൗണ്ടഡ് ഫ്രം ദ ബാങ്ക്, ദെൻ ദ ബാങ്കർ വിൽ ബി ദ പേ. അവിടെ ബാങ്കർ ആരായി? പേ ആയി. കാരണം മാധയ്ക്ക് പൈസ കൊടുത്ത ആരാണ്? ബാങ്കാണ്. സോ ബാങ്ക് ആരായി? പേ ആയി. ജ്യോതി ഹാസ് അക്സെപ്റ്റഡ് ദ ബിൽ, ഷീ ഈസ് ദ അക്സെപ്റ്റർ. ജ്യോതി ഇത് ലീഗലായപ്പം അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് ജ്യോതി ആരായി? ഡ്രോയിയും ആണ് അക്സെപ്റ്ററും ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടക്കുമ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ലാസ്റ്റത്തെ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത്. ആരൊക്കെ? പേയും ഡ്രോയറും ഒന്നാവുന്ന കേസ് പറഞ്ഞു. പിന്നെ ഡ്രോയർ ഡയറക്റ്റ് ചെയ്യുക രുചി എന്ന് പറഞ്ഞ ആളോട്. അപ്പോൾ രുചി ആരായി? പേയി ആയി. പിന്നെന്താ പറയുന്നത്? മാധയ്ക്ക് പെട്ടെന്ന് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. മാധ അതെന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് ചെയ്യുക ബില്ല്. എവിടെ കൊടുത്ത്? ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ബാങ്ക് പൈസ കൊടുത്തു. അപ്പോൾ ബാങ്ക് ആരായി? പേയി ആയി. അപ്പോൾ ഇനി ബാങ്കിന് ഈ 10,000 രൂപ എവിടെ നിന്നാണ് കിട്ടേണ്ടത്? നമ്മുടെ ജ്യോതിയുടെ കയ്യിൽ നിന്നാണ് കിട്ടേണ്ടത്. ജ്യോതിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപയും വാങ്ങിക്കും? 10,000 രൂപയും വാങ്ങിക്കും. 1,000 രൂപ ആരുടെ കമ്മീഷനാണ്? ബാങ്കിൻ്റെ കമ്മീഷനാണ്. കാരണം ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും തുക കുറച്ച് ബാങ്ക് കൊടുക്കുകയുള്ളൂ മാധയ്ക്ക്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആരാണ് ഡ്രോയർ, ഡ്രോയി, പേയി എന്നൊക്കെ പഠിച്ചു. അക്സെപ്റ്റർ ആരാന്ന് പഠിച്ചു. അക്സെപ്റ്ററും ഡ്രോയിയും ഒരാൾ തന്നെ ആയിരിക്കും, അത് മാറ്റമില്ല. പേയുടെ കേസിൽ മാത്രമാണ് 2 സിറ്റുവേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പം ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. താങ്ക് യു.